ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സാധാരണ പരിപ്പ് വടയിൽ നിന്ന് കൂടുതൽ രുചിയിലുള്ള ഒരു പരിപ്പ് വടയത്. അപ്പോൾ ഇതിന് രുചി കൂടാൻ കാരണം ഞാൻ ഇതിൽ കുറച്ച് ചെറുപയർ പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വടയ്ക്ക് വേണ്ടി ഞാൻ ഈ പരിപ്പ് രണ്ടും ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതായത് നോർമലായിട്ട് പരിപ്പ് വട ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെറുപയർ പരിപ്പും കൂടെ ചേർത്തുള്ള നല്ലൊരു വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതായത് പീസ് ദാൽ എടുത്തേക്കുന്നത്, അതായത് മട്ടർ ദാൽ എന്നൊക്കെ പറയും. വടക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പുണ്ട് പ്രത്യേകമായിട്ടുള്ള പീസ് പരിപ്പ്. അതായത് ഇത് ചെറുപയർ പരിപ്പ്, നമ്മൾ പരിപ്പ് പായസവും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പ്. ഇതാ പീസ് പരിപ്പ്. ഇപ്പോൾ നിങ്ങളുടെ ഇതില്ല എന്നുണ്ടെങ്കിൽ തുവരപ്പരിപ്പ് എടുത്താൽ മതി. 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പീസ് പരിപ്പ് എടുത്തേക്കുന്നത്. അതായത് 200 ഗ്രാം ഉണ്ട്. ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് 2 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കണം. 2-2.5 മണിക്കൂർ. അതിൽ കൂടുതൽ നേരം കുതിർക്കണ്ട. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെക്കണം, വെള്ളം പോകാൻ വേണ്ടി. 1/2 മണിക്കൂർ നേരം. അല്ല, ഇത് ചെറുപയർ പരിപ്പ്. ഇതും ഞാൻ 1 കപ്പ് എടുത്തേക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് 200 ഗ്രാം ഉണ്ട്. ഇതും നല്ലതായിട്ട് കഴുകിയിട്ട് 2.5 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കണം. എന്നിട്ട് ഇതുപോലെ അരിപ്പയിലിട്ട് വെക്കണം 1/2 മണിക്കൂർ നേരം. ഇതിപ്പോൾ ഞാൻ രണ്ടും സെപ്പറേറ്റാണ് കുതിർത്തത്. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് കുതിർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഇതിൽ നിന്നൊരു 2.5 ടേബിൾ സ്പൂൺ വീതം പരിപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം. മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി 2.5 ടേബിൾ സ്പൂൺ പീസ് പരിപ്പും 2.5 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന നമുക്കൊന്ന് അരയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് വീതം വിട്ടിട്ടൊന്ന് അരയ്ക്കാം. അത് അരയ്ക്കുമെന്ന് പറയുമ്പോൾ ഫൈനായിട്ട് അരയ്ക്കരുത്, ഒന്ന് ക്രഷ് ചെയ്യുകയാകാവൂ. നമ്മൾ പരിപ്പ് വടക്കൊക്കെ അരയ്ക്കുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ പൾസ് മോഡിലിട്ട് ഒന്ന് ചെയ്താൽ മതി. ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇരിക്കുന്നതല്ല ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ചതയ്ക്കാൻ വേണ്ടി വെള്ളം ഒന്നും ഒഴിക്കണ്ട. ആദ്യമേ പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് വേണം തിരിച്ച് ഒന്നും കൂടെ ചെയ്യാൻ. പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. 10 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. അതുപോലെ 5 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് 2-3 തണ്ട് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.25 ടീസ്പൂൺ കായപ്പൊടി, പെരുങ്കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂണിനോട് അടുത്ത് ഉപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾ 3/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചാൽ മതി. ഇനി നമുക്കിത് പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തി ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇട്ട് കൊടുക്കാം. കയ്യിലല്പം വെള്ളം നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനത്തിലെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചൊന്ന് കനം കുറയ്ക്കാമെങ്കിൽ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എങ്കിലേ ഉള്ളൊക്കെ വെന്ത് മുകൾ ഭാഗമൊക്കെ ക്രിസ്പി ആകത്തുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. കുറച്ചൊന്ന് കട്ടിയായി കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. 2 സൈഡ് ഒരുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കോരി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് കോരിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആകും. അത്രയും മതിയും കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ മീഡിയം സൈസിൽ 24 വടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പരിപ്പ് വടയൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാടങ്ങ് നടുവിൽ കട്ടി വേണ്ട. കുറച്ചൊന്ന് കനം കുറയ്ക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വട ചെയ്ത് ആ ചെറുപയർ പരിപ്പൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് ചേരുന്നതുകൊണ്ടാണ് ഈ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. ചൂടോടുകൂടി കഴിക്കണം. സൂപ്പർ ടേസ്റ്റ് ചെയ്ത് നല്ല മുരിഞ്ഞ വടയാണ്. പുറംഭാഗമൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നത്, നല്ല ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്